ജോസ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD ഞങ്ങൾ ഇവിടെ ഇതാ റിലീസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ദിലീപേട്ടനാണ് ഓഡിയോ CD ഞങ്ങളുടെ ഇന്നിവിടെ വിജയൻ സാറിന് കൈമാറുന്നത്. ദിലീപേട്ടനാണ് ഞങ്ങളുടെ CD ഇവിടെ ഇതാ വിജയൻ സാറിന് കൈമാറുന്നത്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് മലയാളത്തിന് ലഭിക്കാൻ പോകുന്ന മ്യൂസിക്കൽ റൊമാൻറ്റിക് ഫാമിലി ഫൺ ഫിൽഡ് ത്രില്ലർ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD നമ്മളിവിടെ ഇതാ പ്രകാശനം നിർവഹിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ CD ഇവിടെ കൈമാറി കഴിഞ്ഞു. എല്ലാ ഗസ്റ്റുകൾക്കും നന്ദി അറിയിക്കുന്നു. ദിലീപേട്ടനും വിജയൻ സാറും സ്റ്റേജിൽ ഒന്ന് നിൽക്കണമെന്ന താഴ്മയെ അപേക്ഷിക്കുകയാണ്. ബാക്കി എല്ലാ പ്രിയപ്പെട്ട ദിലീപിനോട് ഈ ഒരു ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി വരണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മറ്റൊന്നും ചിന്തിക്കാതെ അപ്പം തന്നെ അത് എഗ്രി ചെയ്യുകയും അങ്ങനെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ശ്രീ ദിലീപ്. എൻ്റെ മറ്റ് മുഖ്യാതിഥികളെ ഈ സിനിമയിൽ ഭീഷ്മർ എന്ന് പറയുന്ന ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരെ, മറ്റ് സഹൃദയ സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഇപ്പം പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്, തൽക്കാലം ഒന്നും പറയാനില്ലെന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് എന്തൊക്കെയോ പറയാൻ വേണ്ടി മെമ്പർ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് സമയം ചിലവാക്കുന്നില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയാം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പോൾ കൂടുതൽ പറയുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ തുടരുന്നില്ല. താങ്ക് യു സോ മച്ച് സാർ. വിജയൻ സാറാണ് നമ്മളുമായിട്ട് സംവദിച്ചത്. ദിലീപേട്ടനെ സംബന്ധിച്ച്, കാരണം മൈ ബോസ് എന്ന ചിത്രത്തിൽ പോലും ഈസ്റ്റ് കോസ്റ്റിന്റെ വലിയൊരു ബാനർ ഉണ്ടായിരുന്നു. എന്താണ് ഈ ഒരു മൊമെന്റിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഭീഷ്മർ എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ അതോടൊപ്പം ഞാൻ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം. എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പല സിനിമകളിലൊന്നായ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് മൈ ബോസ്. ആ സിനിമ അത്രയും ഗംഭീരമാക്കിയത് ആ നിർമ്മാതാവിന് വലിയൊരു പങ്കുണ്ട്. കാരണം ആ സിനിമ ഒരുപാട് വേദികളിൽ എനിക്കൊന്ന് പല ഫങ്ഷൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്ത സിനിമകളിലൊന്നാണ് മൈ ബോസ്. അത് ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ ബാനർ ഉണ്ടായ കാലം മുതൽ ശരിക്കും മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കേണ്ട ഒരാൾ തന്നെയാണ് വിജയേട്ടൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റ് എന്ന് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ്. അതുപോലെ കലയോട് ഒരുപാട് സ്നേഹമുള്ള, കലാവാസനയുള്ള, കവിതകൾ രചിക്കുന്ന, ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ഞാൻ ഇതിനു മുമ്പുള്ള വേദികളിലും വിജയേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിജയേട്ടൻ എന്നും യൗവനത്തിൽ പ്രണയത്തിൽ മുങ്ങി നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിൽ ഒരുപാട് പ്രണയമുള്ള അദ്ദേഹത്തിൻ്റെ വരികളിലാണെങ്കിലും ഒക്കെ. അപ്പൊ അദ്ദേഹത്തോട് ഒരുമിച്ച് ഞങ്ങളിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് വിജയേട്ട നിങ്ങളൊരു സിനിമ വീണ്ടും നിർമ്മിക്കുന്നത് മൈ ബോസ് പോലെ, നമുക്ക് അതുപോലത്തെ ഒരു നല്ല കഥ നമ്മളിങ്ങനെ തേടുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. എന്തായാലും ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് വരാനുള്ള കാരണം വിജയേട്ടൻ പറഞ്ഞത് മാത്രമല്ല, പിന്നെ ധ്യാനിനെയൊക്കെ അപൂർവമായിട്ടാണ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്. മുത്തിനെ കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വന്നത്. വലിയ സന്തോഷം. എന്തായാലും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. സിനിമ വലിയ വിജയമാവട്ടെ. ഈസ്റ്റ് കോസ്റ്റിന് വീണ്ടും വീണ്ടും മുന്നിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഊർജമാവട്ടെ, വലിയൊരു വിജയമാവട്ടെ. ഗോഡ് ബ്ലസ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. കംപ്ലീറ്റ് ടീമിനെ ഞങ്ങൾ ഇവിടെ ഇതാ അണിനിരത്തി കഴിഞ്ഞു.
സോ എല്ലാ ടീം മെമ്പേഴ്സിനോടും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും ദൈവത്തെ ഞങ്ങൾക്ക് സീറ്റഡ് ആകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. വിഷ്ണുവും ഒപ്പം തന്നെ ധ്യാനം ആണ് ഇനി സ്റ്റേജിൽ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കംപ്ലീറ്റ് ക്രൂവിനും ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാണ് ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് യു ധ്യാൻ ശ്രീനിവാസൻ. വാട്ട് യു ഹാവ് ടു സേ സർ? ഹലോ, നായകനാവുന്ന നമസ്കാരം. ഇത് വിഷ്ണു നായകനാവുന്ന ഈ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. സോറി, വിഷ്ണു ഉള്ളിലാലോചിക്കുന്ന ഈ സിനിമയിൽ ഒരു ചെറിയ ഭാഗമാവാൻ കഴിയുന്നില്ല, അതിന് തന്നെ ഉള്ള സന്തോഷം. കാരണം നായകനാണല്ലോ മെയിൻ സംസാരിക്കുക. നമ്മൾ പ്രിൻസിലൊക്കെ സംസാരിച്ചപ്പോ മെയിൻ ഞാനായിരുന്നല്ലോ, ഒറ്റ അവസരം മെയിനാണ് സംസാരിക്കുക. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ സ്കൂൾ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാഷുണ്ടാവും. ഈ മാഷ് ആദ്യമൊക്കെ നമുക്ക് മാഷിന് എടുത്തു പോകുമ്പോൾ ഒരു ടെൻഷനായിരിക്കും. കാരണം മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോ മാഷിന് അടുക്കും തോറുമാണ് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം ഏതാ അതെ മാഷിനെ കുറിച്ച്. അപ്പോ നമ്മള് അടുക്കും തോറും മാഷിന്റെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷ്. കാരണം ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറെ, കാരണം എപ്പോഴും സ്കൂൾ സമയത്ത് നമ്മൾ പിള്ളേരൊക്കെ കളിച്ചു നടക്കും. കാരണം നമ്മള് ലിറ്ററലി കളിച്ചു നടക്കുകയായിരുന്നു. കളിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നീക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ മാഷ് നമ്മളെ വിളിച്ചോണ്ട് വരും, പഠിക്കും എന്ന് പറഞ്ഞിട്ട്. മറ്റേ മാഷ് നമുക്ക് പഠിപ്പിച്ച് ആ സമയം പിന്നെയും നമ്മൾ തിരിച്ചു പോയി കളിക്കും. മാഷ് നമ്മളെ വിളിച്ചോണ്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ കാലഘട്ടം ഓർമ്മ വന്നു ഈ ഒരു സെറ്റിൽ. കാരണം അത്രയധികം രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സെറ്റാണ് ഭീഷ്മരുടെ. അവസാനമായി മനസ്സറിഞ്ഞ് ചിരിച്ചതും ഈ സെറ്റിലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഷിന്, വിജയനങ്കിളിന് നന്ദി ഈ സിനിമയുടെ ഭാഗമാകാൻ ഞങ്ങളെ ക്ഷണിച്ചതിനും. കാരണം സത്യം ഞങ്ങള് ഒരുമിച്ച് ഇത്രയും ആസ്വദിച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രമാത്രം രസങ്ങളുണ്ട്. കാരണം രസങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാതെ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് പറയണില്ല. ഞങ്ങളുടെ കൊള്ളരുതായ്മകളെയും ഞങ്ങളെയൊക്കെ ക്ഷമിക്കുകയും കുറച്ച് കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം തമാശ പറയുകയും നമ്മളെ ഒക്കെ അടുത്ത് നിർത്തി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ വിജയനങ്ങൾ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമ ഈ തമാശകളും ഈ രസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു പഴയ പ്രിയദർശൻ അല്ലെങ്കിൽ പ്രിയനങ്ങളുടെയൊക്കെ സിനിമകൾ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. കാരണം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നടന്മാരുള്ള ഒരു സിനിമ, ഒരു വലിയ സിനിമയാണ്. ആ രസങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഹ്യൂമറുള്ള അല്ലെങ്കിൽ നല്ല രസമായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉള്ള ഒരു കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണിത്. അതിൽ ഇന്നത്തെ ദിവസം രഞ്ജിന്റെ ദിവസമാണ്. അപ്പോൾ മ്യൂസിക് ലോഞ്ച് എന്ന് പറയുമ്പോൾ രഞ്ജിൻ ഏറ്റവും റിസ്ക് എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം എന്നെ രഞ്ജിൻ 2 സിനിമയിൽ പാട്ട് പാടിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കുഞ്ഞമണീസ് ഹോസ്പിറ്റലിൽ രഞ്ജിൻ എന്നെ ഒരു പാട്ട് പാടിപ്പിച്ചു. ഈ സിനിമയിലും ഞാനും വിഷ്ണുവും ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ വിഷ്ണു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവാണ് ആദ്യം രാവിലെ വന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ വിഷ്ണുവിന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ പാടുന്നത്, എന്ത് ബോറായിട്ടാണ് ഇങ്ങനെ പാടുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പാടിയാൻ പോരായിരുന്നു ഈ പാട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വിളിക്കുന്നു. അങ്ങനെ
ഞാൻ പാടുന്ന സമയത്ത് എനിക്കപ്പോ എല്ലാം കറക്റ്റ് ആയി തോന്നുന്നു. ഞാൻ പാടിയാൽ മതി. ആ സമയത്ത് വിഷ്ണു മാറി നിന്നിട്ട് ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് പാട്ട് പാടുന്ന ഒരു വീഡിയോ വിഷ്ണു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എന്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടു നോക്കൂന്ന് പറഞ്ഞിട്ട് വിഷ്ണു എനിക്ക് കാണിച്ചു തന്നു. അതാണ് ഞാനിപ്പോ അലാമായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം വിഷ്ണു എത്രയോ വലിയ സിംഗർ ആണെന്നുള്ളത് ഞാൻ അവിടെ തിരിച്ചറിയുകയും അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രഞ്ജിന്റെ കയ്യിൽ എന്തോ പ്രോഗ്രാമിങ്ങിന് ഓട്ടോ ട്യൂൺ എന്താ അതിന്റെ പേര് എന്തോ ഒരു ടെക്നോളജി ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും മോശം എന്നെ ഉദ്ദേശിച്ചാണ് ആൾക്കാർ വരെ പാട്ട് വരെ ഞങ്ങൾ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യില്ല. ഞങ്ങളെ പാടിയ പാട്ട് ഉണ്ടല്ലോ. അപ്പൊ മകള് പറഞ്ഞത് മനോഹരമായി പാടിയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഏതാ അത് സമയം എല്ലാരും പോയിട്ട് പാടാം. ഇവിടെ പാടിക്കുമോ അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള അവസരം തന്ന രഞ്ജിൻ ആദ്യം തന്നെ എവിടെയാണ് രഞ്ജിൻ കാണാൻ പോയിരുന്നോ? രഞ്ജിൻ നന്ദി, സ്നേഹം. അപ്പോ പറഞ്ഞു വരുന്നത് ഈ സിനിമ മാർച്ച് 20-20 തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തമാശകളും ഈ പറഞ്ഞ രസങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും ഒരു ഫൺ ഫാമിലി വാച്ച്, കംഫർട്ട് വാച്ച് ആയിരിക്കും ഈ സിനിമ എന്ന് ഉറപ്പ് തരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വിജയേട്ടൻ്റെ കൂടെ ഇതിനു മുൻപ് കള്ളനും ഭഗവതിയും എന്ന് പറയുന്ന സിനിമ ആണ് ചെയ്തത്. അതിനുശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തു, അതിൽ ഞാൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീഷ്മർ എന്ന് പറയുന്ന സിനിമയിലേക്കാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് നേരത്തെ ഈ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആൾക്കാരുള്ള പോലെ നീയൊക്കെ സ്ഥിരമാണല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചേട്ടാ ഫസ്റ്റ് തന്നെ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ ദുഷ്ടൻ വേറൊരു ചതിയും കൂടി ചെയ്തു. ഈ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിടയ്ക്ക് വിജയേട്ടനെ വിളിച്ച് ചോദിക്കും, ചേട്ടാ സ്ക്രിപ്റ്റ് എന്താ ഈ കഴിയുമ്പോൾ ഒന്നും തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പുള്ളി കഴിയുമ്പോഴത്തേക്ക് അയക്കാം അതൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അതിന് ശേഷമാണ് ഞാൻ അറിയണത്. പിന്നെ തുടങ്ങാൻ തൊട്ടുമ്പോ തന്നുട്ടാ ഞാൻ മൊത്തം വായിച്ചിട്ട് ഹാപ്പി ആയി. അപ്പൊ അത്ര ഡിലേ ആവാൻ കാര്യമില്ലെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ധ്യാൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ പുള്ളി ചോദിച്ച് ധ്യാനം സ്ക്രിപ്റ്റ് ഞാൻ അയക്കാന്ന് സാറ് പറഞ്ഞപ്പോ സ്ക്രിപ്റ്റോ അങ്കിൾ പറയുന്നു ഞാൻ ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മളെ എനിക്ക് നുണ പറഞ്ഞ ശീലമില്ല. അതെ, സത്യമാണ്. കാരണം വിഷ്ണു പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അതെ അതെ അതെ. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? അഭിനയിക്കുന്ന കാര്യത്തിൽ കണ്ടില്ലേ അത് പറഞ്ഞല്ലേ മാർച്ച് 20 അപ്പൊ അങ്ങനെ പറഞ്ഞ പുള്ളി ഫസ്റ്റ് തന്നെ നീ അപ്പൊ സ്ഥിരം പുള്ളിയുടെ ആർട്ടിസ്റ്റ് ആവാൻ നിൽക്കണ്ട, ഞാൻ ആൾക്കാർ അധികാലം ഇങ്ങനെ നീ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നീ അധികാലം പോകാതിരിക്കണം. അല്ല അപ്പൊ പുള്ളി സ്ഥിരം വിജയേട്ടന്റെ പടത്തിലെ ഒരാളാവാൻ വേണ്ടി ഞാൻ ആയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്ലാനിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരുടെയും വൈബ് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെയാണ് ലൊക്കേഷനിൽ ഇത്ര എൻജോയ് ചെയ്ത് വേറൊരു ലൊക്കേഷനും ഇല്ല. അത്ര രസകരമായിരുന്നു. അതിനൊക്കെ ഞങ്ങളുടെ മാഷിനെ പോലെ പ്രിൻസിപ്പളിനെ പോലെ വിജയേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ചെറിയ വേഷം അങ്ങനെയൊന്നുമല്ല. ഇതിൽ നായകൻ ആരാന്നുള്ളതിൽ ഞങ്ങൾ തമ്മിൽ വേറെ തർക്കമൊന്നുമില്ല. ഉണ്ണിലാലോളാണ്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ മാഷ തന്നെയാണ്. എന്റെ ഡ്രസ്സും ഉണ്ണിലാലിന്റെ വേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ് ഇതിലെ നായകൻ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഭീഷ്മർ 20 വരുമ്പോൾ തീർച്ചയായും കാണണം, പ്രോത്സാഹിപ്പിക്കണം. നല്ല രസമുള്ള ചിരിക്കാനൊക്കെയുള്ള ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഭീഷ്മറിന് കംപ്ലീറ്റ് രീതിയിലുള്ള സക്സസ് നേർന്നുകൊണ്ട് രണ്ടുപേരെയും സീറ്റിലേക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ.
ഓക്കെ, അപ്പം സാറ് പറഞ്ഞു ഇനി ബാക്കിയുള്ള 5 ഷാജൻ. പ്രായം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് പ്രായം കുറഞ്ഞ മതി. എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരുപാട് വേദികൾ, ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ കാണുമ്പോൾ സ്റ്റേജുകളിൽ ഒന്ന് കയറണമെന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു വേദിയിൽ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് സിനിമയിലാണ് അങ്ങനെ ഒരു ആഗ്രഹം നിറവേറിയത്. ഈ സിനിമയിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ധ്യാനം, വിഷ്ണുവും അഖിലും ഉണ്ണി, വിനുവും ജീവനൊക്കെ കൂടെ ആയിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ ഒരു കൂട്ടായ്മയിൽ ഏറ്റവും രസകരമായ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉടനീളം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ശരിക്കും ഒരു ഫൺ മൊമെന്റിലുള്ള ഏറ്റവും രസകരമായ രീതിയിലുള്ള സിനിമ തന്നെയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇനിയും പാട്ടുകൾ കേൾക്കാനുണ്ട്. വലിയ സന്തോഷം. താങ്ക് യു സാർ. വിജയ സാർ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, അഖിൽ. ഒരുപാട് സന്തോഷം. ഈസ്റ്റ് കോസ്റ്റിന്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. 10 ദിവസം ധ്യാനം നമ്മളെല്ലാവരും കൂടെ ഒരു ടെൻഷനും ഇല്ലാതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മളെ ലൊക്കേഷനിലേക്ക് ആരാധനായിരുന്നു. ഭയങ്കര എന്താണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ധ്യാനക്കായിട്ട് അത്രയും കമ്പനിയായി രാവിലെ എല്ലാവരും സെറ്റി വന്നതായാലും ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ തന്നൊരു സിനിമയായിരുന്നു ഭീഷ്മർ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു എന്റർടൈനർ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. അടുത്ത നായകൻ ഉണ്ണിൽ ആലോചിക്കൊണ്ട് പോലെ സംസാരിക്കും. നമസ്കാരം. സത്യം പറഞ്ഞ നായകൻ ഞാനൊന്നുമല്ല, ധ്യാൻ ചേട്ടൻ വിഷ്ണുവിനാണ് മെയിൻ നായകന്മാര്. പിന്നെ ഈ കോസ്റ്റ്യൂം ഇട്ടത് കൊളാൻ കിട്ടിയതാണ് ഡ്രസ് ഇട്ട് വന്നേക്കണേ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ ഭയങ്കര ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫുൾ ടൈം അവിടെ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ വിജയേട്ടൻ ഞങ്ങളെ സ്വന്തം പിള്ളേരെ പോലെ ഭയങ്കരമായിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്തായിരുന്നു എല്ലാ രീതിയിലും. അപ്പം കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും ക്രൂവിന്റെ കൂടെ ഞാനൊരു പടം ചെയ്യുന്നത്. ഇപ്പൊ സെറ്റിലാണ് ഒരുപാട് പേരുണ്ടായിരുന്നു. സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സോ ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു എന്റർടൈനിങ് സിനിമയായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ധ്യാൻ ചേട്ടൻ്റെ ഒരു കിഡ്ലൻ പെർഫോമൻസ് ഈ പടത്തിലുണ്ട്. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഉണ്ട് എനിക്ക് അറിയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പടം എല്ലാവരും കാണണം. മാർച്ച് 20 അല്ലേ? മാർച്ച് 20 റിലീസ്. എല്ലാവരും കാണണം. താങ്ക് യു. അത് നമ്മുടെ ജിബിൻ ചേട്ടൻ. നമസ്കാരം. വിജയൻ സാറിൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ ചിത്തിനി എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം അതുപോലെ വളരെ രസകരമായിട്ട് കുറേ ദിവസങ്ങൾ അല്ലേ, നല്ല രസകരമായിട്ട് തീർന്നൊരു സിനിമയാണ്. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു സിനിമയിലെ പോലെ എനിക്ക് മേക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് റിലീസ് ചെയ്താലും നല്ല ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി പരിപാടികളോടെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു രീതിയാവാൻ പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഭീഷ്മർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിരുന്നു സെറ്റിൽ. പ്രത്യേകിച്ച് എല്ലാ ദിവസവും ധ്യാൻ ശ്രീനിവാസൻ എല്ലാവർക്കും ബിരിയാണി ഒക്കെ മേടിച്ചു കൊടുത്തു, കുറേ ഫുഡ് മേടിച്ചു തന്നു. അങ്ങനെ ഇതിൻ്റെ ചീട്ടുകളി പരിപാടിയൊക്കെ ആയിട്ട് ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. ഷൂട്ടിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ എന്നെ ഫസ്റ്റ് ഡേയിൽ എൻ്റെ തലക്കടിക്കുന്ന ഒരു സീനാണ് എന്നെ തുടങ്ങാൻ ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ശരി 3 ദിവസം കഴിഞ്ഞിട്ടാണ് തലക്കടിച്ചത്. അപ്പോൾ 3 ദിവസവും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വിഷ്ണു ഒക്കെ വന്ന് പേടിപ്പിക്കും, എവിടെ നിന്റെ തലക്കടി ശരിയായില്ലെങ്കിൽ സാറന്ന് തന്നെ പിരിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും ടെൻഷനായിരുന്നു. ഭാഗ്യത്തിന് തലക്കടി നല്ല രീതിയിൽ ഏറ്റുന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ കുറേ അഭിനയിച്ച്. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ ഡബൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് ഇപ്പോൾ എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഈ സിനിമയിൽ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാട്ട് പാടാൻ ഒരു പാട്ട് പാടണം. വേറെ ആരും വന്ന് പാടി അത് ശരിയായില്ലെന്നല്ല, അലമ്പാക്കി പാടാൻ ഒരാളെ വേണം. ഈ പാട്ട് ഒന്ന് അലമ്പാക്കി തരുമെന്ന് പറഞ്ഞു. എന്തും കള്ളു കുടിച്ചിട്ട് പാടുന്ന പാട്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ആ പാട്ട് പാടി. അത് കുഴപ്പമില്ലാതെ അലമ്പായി എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ സിനിമ
പാട്ട് പാടി അലമ്പ പാട്ടോ ആലമ്പ് പാട്ട് പാടാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. മാർച്ച് 20 ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. യെസ്. എല്ലാവർക്കും നമസ്കാരം. വിജയേട്ടൻ്റെ ഈ സിനിമയിൽ ഞാനില്ല. സിനിമകൾ പല കാരണങ്ങൾ കൊണ്ടും സിനിമകൾ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഏത് സിനിമ നഷ്ടപ്പെടുമ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സങ്കടം. കാരണം 2-3 റോളായിരുന്നെങ്കിൽ പോലും ഏതോ ഒരു പടമായിട്ട് ക്ലാഷായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പകരം അഭിനയിച്ച ആരെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഇടിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിലൂടെ അതങ്ങ് അവസാനിക്കട്ടെ. കാരണം വിജയന്റെ പടം ഇഷ്ടപ്പെട്ടുകൊണ്ടൊരു പ്രശ്നം. കാരണം വിജയൻ 2 പടം അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപോലെ കേൾക്കുന്നതാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുകയും നിന്നു. എനിക്ക് തോന്നുന്നു എന്നാ പറയണ്ട, ഇത്രയും ഒരു സ്നേഹവും സുരക്ഷിതത്വവും സഹിഷ്ണുതയും ഒരു മനുഷ്യൻ. നമുക്ക് ഭയങ്കര ഒരു ഇപ്പം മാഷിന്റെ എടുത്ത് നിൽക്കുന്ന പോലെ എത്രയോ കാലം മുമ്പ് ഈസ്റ്റ് കോസ്റ്റിന്റെ ഗാനങ്ങൾ, ഈസ്റ്റ് കോസ്റ്റിന്റെ ഷോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട ആ മനുഷ്യന്റെ കൂടെ അദ്ദേഹത്തിന്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമായ, അദ്ദേഹത്തിന്റെ ഇഷ്ടമായ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നമ്മൾ അനുഭവിച്ചറിയും. എനിക്ക് വളരെയധികം വ്യക്തിപരമായിട്ട് നമ്മൾ സാധാരണ അഭിനയിക്കാത്ത പടത്തിന്റെ ഫംഗ്ഷനൊക്കെ പോകണം ഉടൻ വരെ എന്ന് പറയും. പക്ഷെ വിജയേട്ടൻ ഇനി വിളിച്ചില്ലെങ്കിലും ഇങ്ങനെ ഏത് ഫംഗ്ഷൻ വിളിച്ചാലും നമ്മൾ വന്നു പോകും. കാരണം അതാണ് വിജയേട്ടൻ്റെ ഒരു ബോണ്ടിങ്, ഒരു എന്നാ പറയുന്ന ഒരു സ്നേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഭീഷ്മറിന്റെ എല്ലാവിധ ആശംസകളും ഒരു വലിയ വിജയമാവട്ടെ. എനിക്ക് തോന്നുന്നു ധ്യാനിൽ നിന്നും ചുറ്റുപാടുള്ളവരിൽ നിന്നും അറിഞ്ഞതനുസരിച്ചിട്ട് പടം വളരെ രസകരമായ നല്ല തമാശകളുള്ള നല്ല സിനിമയായിട്ടാണ്. പാട്ട് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ധ്യാന്റെ ആ എക്സ്പ്രഷൻ ആദ്യമായിട്ടാണ് തോന്നുന്നത്. ധ്യാൻ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഫ്രഷാണ്. ദിലീപ് പോലും അന്തം വിട്ടുപോയി. ഈ എപ്പോൾ പഠിച്ചതേ. അപ്പൊ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പാട്ടുകൾ വളരെ നല്ല ലൈറ്റ്സ് ആണെങ്കിലും വെജിറ്റേറിയൻ നല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു. നമുക്കൊരു ഇഷ്ടം തോന്നും. ഇതേ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു വലിയ വിജയമാവട്ടെ. എനിക്കൊന്നു വിജയേട്ടന്റെ ആരോഗ്യത്തിന്റെ ചെറുപ്പത്തിന്റെ രഹസ്യം സംവിധാനം ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് എല്ലാ സിനിമാ പ്രവർത്തകർക്കും അങ്ങനെയാണ്. കാരണം കട്ടിലെ കിടക്കുകയാണെങ്കിലും ഒരു പടം കിട്ടിയാൽ നമ്മൾ എനർജറ്റിക്കും. വിജയേട്ടന്റെ ആരോഗ്യത്തിന്റെ സാധാരണ അപ്പൊ എത്രയും പെട്ടെന്ന് വിജയേട്ടൻ അടുത്ത സിനിമയിൽ സംവിധാനം ചെയ്യട്ടെ. ഇനി എന്ത് വന്നാലും ഞാൻ അടുത്ത സിനിമയിൽ ഉണ്ടാകും. എന്റെ റോൾ എടുക്കാവുന്ന ആരും വിചാരിക്കണ്ട. അപ്പൊ ഒരിക്കൽ കൂടി ഭീഷ്മർക്ക് വിജയേട്ടൻ എല്ലാവിധ നന്മകളും നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സന്തോഷം. താങ്ക് യു ചേട്ടാ. പോകാൻ റോള് തന്നില്ലെങ്കിലും നമ്മളൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. അടുത്ത പാട്ടിൻ്റെത് ഞങ്ങളൊന്ന് സ്വിച്ച് ഓൺ ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നപ്പോൾ ലേറ്റായി. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരെയാണ് മറ്റേ വന്ദേ ഭാരതിൽ വന്നിറങ്ങി ഇവിടെ എത്തിയപ്പോൾ താമസിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി പാട്ട് കാണാൻ പറ്റില്ല. ഈ പാട്ട് കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി അടുത്ത പാട്ട് പാടണം തുടങ്ങി. കൊള്ളാം, നല്ല പരിപാടി. ഉണ്ണികൃഷ്ണൻ നന്നായിരിക്കുന്നു ഈ പാട്ട്, നല്ല രസമാണ്. അപ്പോൾ ഞാൻ വിജയേട്ടന് ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ കൊല്ലമായിട്ടുള്ളത്. എനിക്കൊന്നൊരു 30-35 കൊല്ലത്തെ പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അദ്ദേഹം ഈസ്റ്റ് കോസ്റ്റ് അവിടുത്തെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയം പോലുള്ള ബന്ധമാണ്. അപ്പോൾ വിജയേട്ടൻ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ഇതിനു വേണ്ടിയിട്ട് വന്നത്. ഞാൻ എൻ്റെ ആവേശം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. എന്തായാലും ഇതൊരു നല്ലൊരു എൻ്റർടൈനറാണെന്ന് ഉള്ള ഒരു ഫ്ലേവർ അതിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഗംഭീര ഹിറ്റാവട്ടെ. വിജയേട്ടൻ്റെ ഡയറക്ഷൻ കുറേ പടങ്ങളായി. അപ്പം എല്ലാ പടങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് വിജയേട്ടൻ ചെയ്യുന്നത്. എന്തായാലും ഇത് നല്ലൊരു എൻ്റർടൈനർ ആവട്ടെ. എല്ലാ വിജയവും ആശംസിക്കുന്നു എല്ലാവർക്കും. നിങ്ങളുടെ എല്ലാ ഹോൾ ടീമിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നിരവധി വർഷങ്ങളായിട്ട് സംഗീത രംഗത്തും സിനിമാ രംഗത്തും നിൽക്കുന്ന ആളാണ് വിജയേട്ടൻ. അദ്ദേഹം ഇപ്പോൾ 4-5 സിനിമയായി സംവിധാനം ചെയ്യുന്നു. ഭീഷ്മർ എന്ന പേര് പോലെ തന്നെ ശക്തവും ആയ ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ സോങ്ങൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. 6 മണിക്ക് തന്നെ എത്തണമെന്ന് വിചാരിച്ചതാണ്. സുരേഷ് ചേട്ടനും രാജേഷ് ചേട്ടനും വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് മുമ്പ് ലേറ്റ് ആയത്.
എന്തായാലും സാധാരണ വിജയൻ ചേട്ടൻ്റെ സിനിമയുടെ എല്ലാ സിനിമകളും അതിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരിക്കും. അപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായി അതിൽ അഭിനയിക്കുന്നവരെയൊക്കെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല സിനിമ. ഈ അടുത്ത കാലങ്ങളായിട്ട് സിനിമാ തിയേറ്ററിലൊക്കെ കളക്ഷൻ തീരെ മോശമാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമയെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കട്ടെ, ഒരു ഗംഭീര വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങളെ 3 ടെൻഡൻറ്ററീസിനെയും തിരിച്ച് ഞങ്ങളുടെ സീറ്റിലേക്ക് ക്ഷണിക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ. മൂവിംഗ് ഓൺ, ഞങ്ങളുടെ ഇന്നത്തെ ഭീഷ്മർ എന്ന ചിത്രത്തിലെ മ്യൂസിക് സെക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്ന 4 പേരെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ മ്യൂസിക്കിന്റെ ക്രിയേറ്റേഴ്സ് കൂടിയാണ്. ആദ്യം തന്നെ വേദിയിലേക്ക് നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്നു രഞ്ജിൻ രാജ്, ഞങ്ങളുടെ മ്യൂസിക് കമ്പോസർ. ഒപ്പം തന്നെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൈകാര്യം ചെയ്തിരിക്കുന്ന രഞ്ജിൻ രാജ്. ഞങ്ങളുടെ 2 ഗാനങ്ങൾ രചിച്ചിരിക്കുന്ന ഹരിനാരായണൻ. ഒപ്പം തന്നെ ബാക്കിയുള്ള 2 ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന സന്തോഷ് വർമ്മ സാർ. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഗായികയായ 2 ഗാനങ്ങൾ ആലപിച്ച ഭീഷ്മർ എന്ന ചിത്രത്തിലെ 2 ഗാനങ്ങൾ ആലപിച്ച അനില രാജീവ്. ഇത്രയും ഞങ്ങൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. രഞ്ജിൻ രാജ് ഞങ്ങളുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിൻ, ഞങ്ങൾ 2 സോങ് കണ്ടു കഴിഞ്ഞു. ഭീഷ്മറിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു റിയാക്ഷൻ ആണ് കിട്ടുന്നത്. സോ എന്താണ് പറയാനുള്ളത്? താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരെയും പോലെ ഈസ്റ്റ് കോസ്റ്റിന്റെ ഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു ചൈൽഡ്ഹുഡ് തന്നെയാണ് എൻ്റെ. ഞാൻ പറയാറുണ്ട് സാറിനെ കൊണ്ട് എഞ്ഞിണ കിളിയുടെ എന്ന സോങ് ഞാൻ പല വേദികളിലും കോമ്പറ്റീഷനൊക്കെ പാടിയിട്ടുണ്ട്, പണ്ട് ലൈറ്റ് മ്യൂസിക് പാടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലം തൊട്ട് എൻ്റെ ചെറുപ്പം തൊട്ട് പാടി തുടങ്ങുന്ന സമയം തൊട്ട് പാടാറുള്ള പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിന്റെ പല പാട്ടുകളുണ്ട്. അപ്പോൾ ആ ചെറുപ്പം തൊട്ട് തന്നെ മ്യൂസിക്കിന് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഓഡിയോ കമ്പനി എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പടം ചെയ്യാൻ പറ്റുന്നോ, സിനിമ ചെയ്യാൻ പറ്റുമോ, ചിന്തിച്ചിട്ടില്ല. ഇന്ന് സാറും സംവിധാനം ചെയ്ത അല്ലെങ്കിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത 3 സിനിമകൾ കണ്ടിന്യൂസ്ലി എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റി. കള്ളനും ഭഗവതിയും ചിത്തിനി ആൻഡ് ദിസ് വൺ ഭീഷ്മർ. 3നും മ്യൂസിക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് അഭിമാനം പറഞ്ഞ സാറ് കണ്ടിന്യൂസ്ലി 3 പടത്തിൽ വയ്ക്കണമെങ്കിൽ എന്തായാലും സാറിന് അത്രയും മ്യൂസിക് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി, സാറിനത് ഇഷ്ടപ്പെടാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നും കൂടെ ഞാൻ വളരെ അഭിമാനത്തോടെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഊർജവും മുന്നോട്ടുള്ള എൻ്റെ ജേണിയിൽ ഒരുപാട് ഒരു മോട്ടിവേഷനും ഒക്കെയാണ് സാറുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഞാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ സാർ ഇപ്പോൾ മാഷ് എന്ന പ്രിൻസിപ്പൾ വാട്ടെവർ എന്നെ ഡിസിപ്ലിൻ, ഇപ്പോഴും സാറ് ഞാൻ ഡിസിപ്ലിൻഡ് അല്ല എന്ന് പറയുന്ന ആളാണ് എൻ്റെ ടൈമിംഗ് ഒക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് സാറ് വലിയൊരു പാർട്ടാണ് അതിൽ. കാരണം സാർ അത്രയധികം നമ്മളെ പഠിപ്പിക്കും, സമയത്തിന് തീർക്കുക, സമയത്തിന് പാട്ട് കമ്പോസ് ചെയ്തെടുക്കുക, BGM ആണെങ്കിലും. ഈ പടം എന്ന് പറയുന്നത് ഭീഷ്മർ മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയാണ്. ഇപ്പൊ കേട്ട ഈ 2 പാട്ടുകൾ കൂടാതെ ഇനിയും പാട്ടുകളുണ്ട്. പിന്നെ അതിനും അപ്പുറം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അത്യാവശ്യം വളരെ സ്പേസ് ഉള്ളൊരു മൂവിയായിരുന്നു. കാരണം സ്കോർ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കണം, വളരെ ഡൈനാമിക്സ് ഇങ്ങനെ മാറി കയറിയും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പടമാണ്. അപ്പൊ എൻ്റെ കൂടെ ഒരു നല്ലൊരു ടീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരും വിളിച്ചിരുന്നു, പലരും എത്തിയിട്ട് ഗ്ലാഡി എത്തിയിട്ടുണ്ട്. ഗ്ലാഡിയൊക്കെ എൻ്റെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തു ഈ പടത്തിൽ. എബി ഉണ്ടായിരുന്നു, എബി ടോം സിറിയാക്ക്, മിഥുനാനന്ദ് മിക്സിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സഞ്ജിത്ത് വന്നിട്ടുണ്ട്. ഒക്കെ എൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് എൻ്റെ ടെക്നിക്കൽ ടീമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാത്തിലുപരി ഹരിനാരായണൻ ചേട്ടൻ, എനിക്ക് തോന്നുന്നു സാറുടെ ഫിലിമിൽ ആദ്യമായിട്ടാണ് ഹരിയേട്ടൻ എഴുതുന്നത്. ഇതിനു മുന്നേ സന്തോഷമായിട്ടാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറുടെ അടുത്തേക്ക് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതും ഒരു സൗഹൃദം ഉണ്ടാക്കുന്നതും ആ മ്യൂസിക്കൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തതിന് ഒരു കാരണം സന്തോഷേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാറായിട്ട്. പിന്നെ ഹരിയേട്ടന്റെ കൂടെ ഈ പടത്തിൽ 2 പാട്ടിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് പ്രാവി എന്ന് പറഞ്ഞ ഇപ്പൊ നിങ്ങൾ കേട്ട സോങ്, അത് പാടിയത് വിനീതേട്ടനും അനില രാജീവുമാണ്. ഇനി ഒരു സോങ് ഇത്തിരി പോകുന്നൊരു എന്ന് പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു സോങ് ഉണ്ട്. അത് വാലന്റൈൻസ് ഡേയിലേക്ക് ഞങ്ങൾ അതിന്റെ ചെറിയൊരു ടീസർ പോലെ ആ സോങ് ടീസർ വിട്ടിട്ടുണ്ടായിരുന്നു. അത് പാടിയതും അനിലയാണ്. അനില എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനില ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ട തുടരും പോലെയുള്ള പടത്തിലെ പേമാരി പോലെയുള്ള സോങ്ങും ദുപ്പട്ട വാരി പോലെയുള്ള സോങ്ങും, അല്ലെങ്കിൽ കിളിയെ ARMലെ കിളിയെ എന്ന് പറഞ്ഞ സോങ് ഒക്കെ അനില പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എല്ലാവർക്കും അറിയും അനിലയാണ് പാടിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനിലയുടെ വോയിസിന്റെ ഒരു റേഞ്ചിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ശബ്ദം, അറ്റ് ദ സെയിം ടൈം അതേ ഒക്ടേവിന്റെ ഹൈ ഈക്വലി സെയിം ക്വാളിറ്റിയിൽ പാടാൻ പറ്റുന്ന ഒരു ഗായികയാണ് അനില. അതാണ് അനില ഈ
സിനിമയിലെ പാട്ടുകളിൽ വരാനുള്ള കാരണം. അതുപോലെ വിനീതേട്ടൻ, ധ്യാൻ ചേട്ടൻ പാടി, താങ്ക് യു. നിങ്ങൾ എല്ലാവരും ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സോ മച്ച് വിഷ്ണു, എവ്രിവൺ. ഞാൻ ഹരിയേട്ടന് കൊടുക്കുകയാണ്. താങ്ക് യു സർ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, കാരണം ഞങ്ങളുടെ ഭീഷ്മറിന്റെ മ്യൂസിക് ടീം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇന്ന് റിലീസ് ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഞങ്ങളുടെ ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത OM കരുവാരക്കുണ്ട് സാറിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. ഇന്ന് ആ സോങ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഇവിടെ ഇതാ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഭീഷ്മറിന്റെ മ്യൂസിക് ടീമാണ് ഇവിടെ നിൽക്കുന്നത്. യെസ്, സന്തോഷ് സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ വർക്കുകൾ ഒരുപാട് കാലമായിട്ട് തുടർച്ചയായിട്ട് കൂടെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ സിനിമയിലും അങ്ങനെ 2 ഗാനങ്ങൾ എഴുതി. ഇപ്പോൾ തൊട്ട് മുൻപ് കേട്ട കാട്ടുപുലി എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര രസകരമായ സംഭവമാണ്. ഈ പാട്ട് റെഡി ആവാൻ വിജയ് സാറെ വിളിച്ചിട്ട് രഞ്ജിനടുത്ത് ചൂടിടാൻ പറയും, രഞ്ജിൻ ചൂടില്ല, എന്നോട് എഴുതാൻ പറയും, ഞാൻ എഴുതില്ല, നീ ആദ്യം ചൂട്, ഞാൻ രണ്ടാമത് എഴുതും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉഴപ്പി അവസാനം ഒരു ദിവസം ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ പെട്ടെന്ന് ഞാൻ എഴുതിയ ശേഷം ആണ് രഞ്ജിൻ ഈ പാട്ട് ട്യൂൺ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഭയങ്കര രസകരമായിട്ട് എഴുതാൻ പറ്റിയൊരു പാട്ടായിരുന്നു ഈ പാട്ട്. അപ്പോൾ അതിനേക്കാൾ ഉപരി എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളത്തില് ഒരുപാട് താരങ്ങൾ എന്ന പാട്ട് പാടിയിട്ടുണ്ട്. അത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ എണ്ണമറ്റ ഈ താരങ്ങൾ ഒരുപാട് പേര് പാടിയിട്ടുള്ള എൻ്റെ വരികളാണ്. അതില്ല ഇതിലൂടെ പാട്ട്, ഇതിലൂടെ നീ പാടും, ഇല്ല ഞാനില്ല, അങ്ങനെ ഒരുപാട് പേര് പാടി. ഈ പടത്തില് ഒരു കൂട്ടം താരങ്ങൾ ഒരുമിച്ച് പാടി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് സംസാരിപ്പിച്ച് ദീർഘിപ്പിക്കുന്നില്ല. സിനിമ തീർച്ചയായിട്ടും ഹിറ്റാവും, പാട്ടുകളും എല്ലാം ഹിറ്റാവും, എല്ലാം വളരെ നന്നായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് പാട്ട് എഴുതുന്നത് എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് എഴുതിയത് ഈസ്റ്റ് കോസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു ആൽബത്തിൽ. അങ്ങനെയാണ് പാട്ടെഴുത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. അതിനുശേഷം ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ട്. 2 പാട്ടുകൾ ഇതിൽ ചെയ്യാൻ പറ്റി. രഞ്ജിൻ്റെ മ്യൂസിക്കിൽ വിജയൻ സാറിൻ്റെ നിർദ്ദേശത്തിൽ 2 പാട്ട് ചെയ്യാൻ പറ്റി. നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഭീഷ്മരും നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പാട്ടുകളും സിനിമയും ഒരുപോലെ സ്വീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും. വളരെ സന്തോഷം. ഒരുപാട് വർഷങ്ങളായി, 4 നൂറ്റാണ്ട് കാലമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ഈസ്റ്റ് കോസ്റ്റ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഒത്തിരി പാട്ടുകൾ എൻ്റേത് ചെയ്തിട്ടുണ്ട് ഈസ്റ്റ് കോസ്റ്റ്. ഗംഭീരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കമ്പനി കൊണ്ട് എൻ്റെ പാട്ടുകൾ മിതാദ് സന്ധ്യ എന്ന പേരിൽ വിദേശത്ത് പരിപാടി കൂടി ആ ആൽബത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മലയാളത്തിലെ ആദ്യത്തെ മ്യൂസിക് ആൽബം എന്നുള്ള നിലയിലാണ് മിതാദ് ഇറക്കിയത്. ഇന്നിപ്പോൾ മൂവിയിലേക്ക് എൻ്റെ പാട്ടെടുത്തതിൽ വളരെയധികം സന്തോഷം ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വിജയൻ സർ ആൻഡ് രഞ്ജിൻ ചേട്ടാ. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്, നൊസ്റ്റാൾജിയാണ്. സോ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും പ്ലേലിസ്റ്റിലുള്ള ഒരുപാട് പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഉണ്ട്. സോ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സോങ്, അതും ഇരട്ടി മധുരം എന്ന് പറയാം, 2 സോങ്സ് പാടാൻ അവസരമുണ്ടായി ഭീഷ്മർ എന്ന ഈ സിനിമയിൽ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ ചേട്ടനോടാണ്. നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡീസ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുള്ള ഒരാളാണ്. സോ ഈ പാട്ടുകൾ
ഞാൻ പാടിയത് എന്തെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ്സും രഞ്ജിൻ ചേട്ടനാണ്. അദ്ദേഹം തന്നെ വളരെ നല്ലൊരു സിംഗറാണ്. സോ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രഞ്ജിൻ ചേട്ടൻ. താങ്ക് യു സോ മച്ച്. ആൻഡ് വിജയൻ സാർ ആണെങ്കിലും പാടുന്ന ടൈമിലും റെക്കോർഡിംഗ് ടൈമിലും ഒക്കെ വിജയൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൻപുട്സും എക്സ്പ്രഷൻ വൈസും ഓരോന്ന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് വേദിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്റ്റാർ സ്ട്രക്ക് എന്ന് തന്നെ പറയാം. എല്ലാവരെയും കണ്ടതിൽ, എൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭീഷ്മർ ഒരു വലിയ ഹിറ്റ് തന്നെ ആവട്ടെ. പാട്ടുകളും എല്ലാവരും കേൾക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രഞ്ജിൻ ഇത് ട്രാക്ക് പാടിയ ചോയ്സ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് വെച്ചതാണ്. രഞ്ജിന്റെ അല്ല എന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും രഞ്ജിൻ ഇത് ട്രാക്ക് പാടിയ ആഴ്ച വോയിസ് ആയിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ മറ്റേ പാട്ടും വേറൊരാളെ പാടിയായിരുന്നത് പോലും നിങ്ങൾക്ക് തന്നെ അത്ര ഇഷ്ടപ്പെടുന്നതാണ്. താങ്ക് യു സോ മച്ച് സർ. 2 പാട്ടുകളാണ് സാർ പറഞ്ഞതുപോലെ അനില ഈ ചിത്രത്തിൽ നമുക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ ഒരു ഓഡിയോ ലോഞ്ച് ഞങ്ങൾ തുടങ്ങുന്നത് ഒരു ഗണേശ സ്തുതിയോടെ ആയിരുന്നു. അത് ആലപിച്ചത് നിങ്ങൾ കണ്ടില്ല എങ്കിൽ പോലും മറവിലിരുന്നത് ആലപിച്ചത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പോസർ കൂടിയായ രഞ്ജിൻ രാജ് ആയിരുന്നു. അപ്പം വിജയൻ സാറിന്റെ വലിയ തീരുമാനമായിരുന്നു രഞ്ജിൻ തന്നെ അത് ആലപിച്ച് നമ്മുടെ ഇന്നത്തെ ഓഡിയോ ലോഞ്ച് തുടങ്ങണമെന്ന്. താങ്ക് യു സോ മച്ച് രഞ്ജിൻ ഫോർ ദാറ്റ്.